കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് +1 ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫൂഫി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ആ കഥ എന്താണെന്ന് അതിൻ്റെ സമ്മറിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ആ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും പരീക്ഷയ്ക്ക് വരുമെന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് പേജ് തുടങ്ങുന്നതിന് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാതെയാണ് പോയത്. അത് ഞാനിവിടെ ആക്ടിവിറ്റി ആയിട്ട് ആക്ടിവിറ്റിയിൽ പറയാൻ കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മൾ ആദ്യം വിചാരിക്കും ഓക്കെ ഇത് ഫസ്റ്റ് കൊടുക്കുന്ന ഇൻട്രോ ആണ്, അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലയെന്ന്. പക്ഷേ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എപ്പോഴും നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ചോദ്യമൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇഫ് ഐ വെയർ യു എന്ന് പറഞ്ഞിട്ട് കുത്ത് നല്ല അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുകവലി മദ്യപാനമൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു അഡ്വൈസ് കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ അഡ്വൈസിൻ്റെ തുടക്കം ഇങ്ങനെ തന്നിരിക്കും, ഇഫ് ഐ വെയർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുന്നേ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷനിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുവാണ്, അത് പഠിച്ചിരിക്കണം. മിക്കവാറും 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട എന്താണ് ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ഹൈക്കു തന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈക്കു ഈസ് ആൻ അൺറൈംഡ് ജാപ്പനീസ് പോയം ഓഫ് 3 ലൈൻസ്. അപ്പോൾ ജാപ്പനീസ് പോയാണ്, 3 വരികളാണ്. ഇറ്റ് ഓഫൺ ഫീച്ചേഴ്സ് ആൻ ഇമേജ് ഓർ എ പെയർ ഓഫ് ഇമേജസ് മീൻ ടു ഡെപ്പിക്ട് ദ എസൻസ് ഓഫ് എ സ്പെസിഫിക് മൊമെന്റ് ഇൻ ടൈം. അതായത് നമ്മുടെ ഒരു സ്പെസിഫിക് മൊമെന്റിനെ കാണിക്കാൻ വന്ന 3 ലൈനിലുള്ള കവിതയാണ് നമ്മുടെ ഹൈക്കു, ജാപ്പനീസ് ഫോമിലുള്ളത്. ഓക്കെ, അതിന് ജാപ്പനീസിൽ പറയുന്നതാണ് ഹൈക്കു എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള എന്താ? സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്. ക്ലൈംബ് മൗണ്ട് ഫുജി. ഓക്കെ, മൗണ്ട് ഫുജിയിൽ ക്ലൈംബ് വലിഞ്ഞ് കയറ്. പക്ഷേ സ്ലോലി പതുക്കെ നമുക്ക് മൗണ്ടൻ കയറണം, പക്ഷെ പതുക്കെ. അതായത് ഇതിനകത്തെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിയൊന്നും പറ്റത്തില്ല. നമ്മൾ പതുക്കെ അവിടെ എത്താൻ ശ്രമിക്കണമെന്നാണ് ഒരാശയം തരുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇഫ് യു വെയർ ദ സ്നെയിൽ ക്ലൈംബിംഗ് ദ മൗണ്ടൈൻ ഓഫ് യുവർ ലൈഫ്. അപ്പം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു മൗണ്ടൈൻ, ആ ഒരു വലിയ പർവ്വതത്തെ വലിഞ്ഞു കയറുന്ന ഒച്ച് നിങ്ങളാണെങ്കിൽ, നിങ്ങളാണ് ആ ഒച്ചെങ്കിൽ, ഹൗ വുഡ് യു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്? നിങ്ങൾ എങ്ങനെ സ്വയം മോട്ടിവേറ്റഡ് ആവും? എങ്ങനെയാണ് നിങ്ങൾ മനസ്സിനെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എങ്ങനെ സെൽഫ് മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ കുറേ തന്നിട്ടുണ്ട്. ഇഫ് ഐ വെയർ ദ സ്നെയിൽ ഐ വുഡ് ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാനുണ്ട്, ചാൻസ് ഉണ്ട്. മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ +2 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പോൾ ഇഫ് ഐ വെയർ ദ സ്നെയിൽ ഐ വുഡ് ഡാഷ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇഫ് ഐ വെയർ ദ സ്നെയിൽ, ആ ഒച്ച് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എങ്ങനെ? ആൻസർ എഴുതാം നമുക്ക്? സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഇഫ് ഐ വെയർ ദ സ്നെയിൽ ഐ വുഡ് മൂവ് ഫോർവേഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് എന്ന് പറയാം അല്ലേ? ഞാൻ ഇങ്ങനെ ഐ വുഡ് മൂവ് ഫോർവേഡ്, അതായത് മുന്നോട്ട് പോകുമായിരുന്നു. വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, അതായത് നിർത്താതെ. അതായത് ഞാൻ ആ ഒച്ചിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാനിങ്ങനെ നിർത്താതെ മുന്നോട്ട് പോകും. അതൊരു സെൽഫ് മോട്ടിവേഷൻ അല്ലേ? ഒരിടത്ത് നമ്മൾ തകർന്നു പോകാതെ മുന്നോട്ട് പോകുന്നു, അതൊരു സെൽഫ് മോട്ടിവേഷനാണ്. ഓക്കെ, അടുത്തത് ഐ വുഡ് കീപ് ഗോയിങ് ബൈ ഡാഷ്. ഓക്കെ, ഐ വുഡ് കീപ് ഗോയിങ് ബൈ. അപ്പോൾ എന്താണ്? ഞാൻ എന്തിലോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? എന്തിലായിരിക്കും? അപ്പോൾ ഒച്ചിൻ്റെ സ്ഥാനത്ത് നിന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ വുഡ്, അതായത് സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ്. ഐ വുഡ് കീപ് ഗോയിങ് ബൈ ഫോക്കസിങ് ഓൺ മൈ സ്മോൾ സ്റ്റെപ്സ് എന്ന് എഴുതാം. ഫോക്കസിങ് ഓൺ മൈ സ്മോൾ സ്റ്റെപ്സ്, എൻ്റെ ചെറിയ ചുവടുകൾ, അതായത് എൻ്റെ ഈ ഓരോ ചുവടുകളിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതൊരു സെൽഫ് മോട്ടിവേഷൻ അല്ലേ? ആണ്, അതെ. അതായത് നമ്മൾ ലൈഫിൽ കുഞ്ഞു സ്റ്റെപ്പുകൾ, ചെറുതിൽ നിന്ന് തുടങ്ങി വേണം വലുതിലോട്ട് എത്താൻ എന്നുള്ളത്. ഓക്കെ, അടുത്തെന്ത് പറയാം? ഐ വുഡ് ടെൽ മൈ സെൽഫ് ദാറ്റ്. ഓക്കെ, ഐ വുഡ് ടെൽ, ഞാൻ പറയും, മൈ സെൽഫ്, എന്നോട് ഇങ്ങനെ പറയും. എന്ത് പറയും?
ഐ വിൽ ഷ്യൂർലി റീച്ച് ദ ടോപ്പ്. ഞാൻ തീർച്ചയായിട്ടും മുകളിലെത്തും. അപ്പോൾ അതൊരു സെൽഫ് മോട്ടിവേഷനല്ലേ. ഒച്ചിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ പതുക്കെ പതുക്കെ അയ്യോ ഞാനിപ്പോൾ ഇനി എപ്പോൾ എഴുന്നെത്താൻ അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ പതുക്കെ ആണെങ്കിലും ഓരോ അടി വെച്ചാണെങ്കിലും തീർച്ചയായിട്ടും മുകളിലെത്തും. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഓക്കെ, അപ്പോൾ ഞാൻ തീർച്ചയായും മുകളിലെത്തും എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് ആൻസറായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തതാ ചോദിക്കുന്നത്, ഡു യു തിങ്ക് പ്രോഗ്രസ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ പേസ്? അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പുരോഗതി എന്ന് പറയുന്ന പേസ് എന്നുള്ളത് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ പ്രോഗ്രസ്സിനെ? ഷെയർ യുവർ വ്യൂസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുക ഐ തിങ്ക് പ്രോഗ്രസ് ഈസ്. അപ്പോൾ എന്താണ് പ്രോഗ്രസ് എന്ന് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെ അഭിപ്രായത്തിൽ എന്താണ്? ഐ തിങ്ക്, ഞാൻ കരുതുന്നു, പ്രോഗ്രസ് എന്ന് വെച്ചാൽ പുരോഗതി എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം എഴുതാം. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ തന്നേ ഉള്ളൂ കേട്ടോ. ഐ തിങ്ക് പ്രോഗ്രസ് ഈസ് മൂവിങ് ഫോർവേഡ് ആൻഡ് ഇംപ്രൂവിങ് എവറി ഡേ. എങ്ങനെ എഴുതാം? മൂവിങ് ഫോർവേഡ്, അതായത് മുന്നോട്ട് പോകുന്നതും, ഇംപ്രൂവിങ് എവറി ഡേ, ഓരോ ദിവസവും മെച്ചപ്പെടുന്നതുമാണ്. അപ്പോൾ പുരോഗതി എന്നാൽ മുന്നോട്ട് പോകുന്നതും ഓരോ ദിവസവും മെച്ചപ്പെടുന്നതുമാണെന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും എന്താണ്? ഐ ബിലീവ് സ്പീഡ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഡാഷ്. അപ്പോൾ എന്താണ്? അപ്പോൾ അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, സ്പീഡ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വേഗത അത്ര പ്രധാനമുള്ളതല്ല. ബിക്കോസ് എന്തെന്നാൽ വേഗതയ്ക്കല്ല പ്രാധാന്യം. പിന്നെ നമ്മൾ എന്തിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? കൺസിസ്റ്റൻസി മാറ്റേഴ്സ് മോർ ദാൻ റഷിങ്. അത് നമ്മൾ റഷ് ചെയ്തെന്ന് വെച്ചാൽ പ്രാളപ്പെട്ടെല്ലാം ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരതയോടെ ഒരു കാര്യം ചെയ്യുന്നത് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വേഗത പ്രധാനമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തിടുക്കം കൂട്ടുന്നതിനേക്കാൾ പ്രധാനം സ്ഥിരതയാണ്. നമ്മൾ അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നതാണേലും അല്ല അയ്യോ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ആക്കാതെ നിങ്ങൾ എന്ത് വേണം? കൺസിസ്റ്റൻസി വേണം, സ്ഥിരത വേണം. ഓക്കെ, സ്ഥിരമായിട്ട് ചെയ്യണം എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത് അവിടെ? ദ ഹൈക്കു ഡസ് നോട്ട് ടെൽ us whether the snail reaches the peak. Which is more important, the journey or the destination? Discuss. Okay, the haiku does not tell us, നമ്മളോട് പറയുന്നില്ല whether the snail reaches the peak. അപ്പോൾ ഒച്ച് ആ പീക്കിൽ ഏറ്റവും ഡെസ്റ്റിനേഷനിൽ എത്തിയോ ഇല്ലെന്ന് നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, അവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ പതുക്കെ എന്താണ്? വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദ ജേർണി ഓർ ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് യാത്രയാണോ നമ്മുടെ ലക്ഷ്യസ്ഥാനം? ആ ജേർണിയാണോ അതോ ഡെസ്റ്റിനേഷൻ ലക്ഷ്യസ്ഥാനമാണോ പ്രധാനപ്പെട്ടത്? ഡിസ്കസ്, ചർച്ച ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയാം നമുക്ക്? നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത് എഴുതാം. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ദ ജേർണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ആ യാത്രയാണ് കൂടുതലും പ്രധാനപ്പെട്ടത് ഡെസ്റ്റിനേഷനെക്കാട്ടിലും. ബിക്കോസ് വി ലേൺ ലെസൺസ് ആൻഡ് ഗ്രോ സ്ട്രോങ്ങർ അലോങ് ദ വേ. അതായത് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കും. ഇപ്പോൾ ഫെയില്യൂർ ആണെങ്കിൽ ഇതുവഴി പോയത് കൊണ്ട് നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ട് നമ്മൾ തോറ്റുപോയി എന്നും. പിന്നെ നമുക്ക് ഒരുപാട് വളരാൻ വേണ്ടി ശക്തി പ്രാപിക്കാൻ, സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് യാത്രയാണ്, ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ ഇല്ലെന്നല്ല, അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജേർണി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉത്തരവായിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, കാരണം യാത്രയാണ് കൂടുതൽ പ്രധാനം. കാരണം വഴിയിലുടനീളം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്യുന്നു എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താ? നൗ, ഇപ്പോൾ അറ്റംപ്റ്റ് എ ഹൈക്കു ഓഫ് എനി ടോപ്പിക് ഓഫ് യുവർ ചോയ്സ്. അപ്പം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് പറ്റിയ ഹൈക്കു തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിൾ എഴുതാം. ഗ്രീൻ ഹൈക്കു എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 ലൈനേ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. ഓക്കെ, അപ്പോൾ ഗ്രീൻ ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രീൻ ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന് വെച്ചാൽ പച്ചിലകൾ, കാറ്റിൽ പച്ചിലകൾ. ഡാൻസിങ് അണ്ടർ ദ ബ്ലൂ സ്കൈ. അപ്പോൾ ആ ബ്ലൂ സ്കൈക്ക് കീഴിൽ ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. നേച്ചർ ഈസ് അറ്റ് പീസ്. പ്രകൃതി എന്താണ്? ശാന്തതയിലാണ് എന്നുള്ള തരുന്ന ഒരു ഹൈക്കു ആണ്. സിമ്പിള്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 12 ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ അവർ ഫ്രണ്ട് വാൾ someone had written in Afrikaans hex witch. Do you think torturing the cats was caused by superstition, prejudice or both? Comment.
ഓക്കെ. അപ്പോൾ ഓൺ അവർ ഫ്രണ്ട് വാൾ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ചുമരിലെ ഭിത്തിയിലെ മതിലിൽ സമൺ ഹാഡ് റിട്ടൺ ഇൻ ആഫ്രിക്കൻസ്, ആരോ ആഫ്രിക്കൻസിൽ എഴുതിയിട്ടുണ്ട്. അതായത് എന്താ എഴുതിയിരിക്കുന്നത്? വിച്ച്, മന്ത്രവാദിനി, ഹെക്സ് എന്നാണ് അവരുടെ വീട്ടിൽ മതിലിൽ എഴുതി വെച്ചിരുന്നത്. ഡു യു തിങ്ക്, നിങ്ങൾ കരുതുന്നുണ്ടോ, ടോർച്ചറിങ് ദ കാറ്റ്സ് വാസ് കോസ്ഡ് ബൈ സൂപ്പർസ്റ്റിഷൻ, അതായത് ഈ പൂച്ചകളോടുള്ള ഈ ക്രൂരത എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് സൂപ്പർസ്റ്റിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അന്ധവിശ്വാസം, അല്ലെങ്കിൽ പ്രിജുഡിസ് എന്ന് വെച്ചാൽ മുൻവിധി. അപ്പോൾ അന്ധവിശ്വാസമോ മുൻവിധിയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൊണ്ടാണോ ഉണ്ടായിരിക്കുന്നത് ഈ പൂച്ചകളോടുള്ള ക്രൂരത ഉണ്ടായിരിക്കുന്നത്? കമൻറ്റ് ചെയ്യാനാണ്. കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ, വിശദീകരണം എന്താണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ എന്താ എഴുതാം? ഒരു മുൻവിധിയും ഉണ്ട് അല്ലേ, അവിടെ നമുക്ക് പറയാം ഒരു അന്ധവിശ്വാസവും ഉണ്ട്, അവരുടെ അന്ധവിശ്വാസവും ഉണ്ട്, പിന്നെ ഒരു മുൻവിധി, നേരത്തെ മുൻകൂട്ടി വിധിക്കുക അല്ലേ, അപ്പോൾ മുൻവിധിയും അവിടെ ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇറ്റ് വാസ് കോസ്ഡ് ബൈ ബോത്ത് സൂപ്പർസ്റ്റിഷൻ ആൻഡ് പ്രിജുഡിസ്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർസ്റ്റിഷനും പ്രിജുഡിസും കാരണമാണ് ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത്. മുൻവിധിയും അന്ധവിശ്വാസവും എല്ലാം കൂടെ കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പീപ്പിൾ ബ്ലൈൻഡ്ലി ബിലീവ് ദാറ്റ് ബ്ലാക്ക് കാറ്റ്സ് വെയർ കണക്റ്റഡ് ടു വിറ്റ് ക്രാഫ്റ്റ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അന്ധമായി വിശ്വസിക്കുന്നത്, എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? ഈ കറുത്ത പൂച്ചകൾ മന്ത്രവാദവുമായിട്ട് ബന്ധമുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ അന്ധമായി വിശ്വസിച്ചിട്ടുണ്ട്. ദിസ് ഇഗ്നോറൻസ് മെയ്ഡ് ദം ക്രൂവൽ ടു ഇന്നസെന്റ് അനിമൽസ്. അപ്പോൾ ഈ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അറിവില്ലായ്മ. അപ്പോൾ ഈ ഒരു അറിവില്ലായ്മ അവിടുത്തെ നിരപരാധികളായ പൂച്ചകളോട് അല്ലെങ്കിൽ മൃഗങ്ങളോട് ക്രൂരത കാണിക്കാൻ അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദേ വേർ ടു സിസ്റ്റേഴ്സ് ഹൂ ലവ്ഡ് ആൻഡ് ഹേറ്റഡ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ പാഠം പഠിച്ചതാണ്. അവർ രണ്ടൊരു സഹോദരിമാരായിരുന്നു. അവർ ഒരേ സമയം നല്ല സ്നേഹമാണ്, അതേസമയം എന്താണ്? ഹേറ്റഡ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുള്ളതുമാണ് എന്നാണ്. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. അപ്പോൾ എന്താ ഓദർ പറയുന്നുണ്ട്, ഒരു സ്ട്രേഞ്ച്, അപരിചിതമായ ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ് വെറുപ്പുമാണ് അങ്ങനെയുള്ളത്. ഹാവ് യു ഒബ്സർവ്ഡ് സച്ച് സ്ട്രേഞ്ച് ബിഹേവിയർ എമംഗ് ഹ്യൂമൻസ് എന്ന് ചോദിക്കാം. ഹാവ് യു ഒബ്സർവ്ഡ്, നിങ്ങൾ എപ്പോഴെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ? സച്ച് സ്ട്രേഞ്ച് ബിഹേവിയർ, ഇതുപോലുള്ള ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ, പെരുമാറ്റം, അപരിചിതമായ ഒരു പെരുമാറ്റം എമംഗ് ഹ്യൂമൻസ്, മനുഷ്യർക്കിടയിൽ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് നമ്മൾ അതിൻ്റെ ഈ ആർഗ്യുമെൻറ്റിനുള്ള പോസിബിൾ സൈഡും പിന്നെന്താണ് ഒരു കൺക്ലൂഷനൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം ഡിസ്കഷൻ എഴുതാൻ. ഓക്കെ, ആൻസർ എഴുതുമ്പോൾ. അപ്പം നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? യെസ്, കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് എഴുതാം. അതെ, കണ്ടിട്ടുണ്ട്. യെസ്, ഐ ഹാവ് ഒബ്സർവ് ദിസ് ബിഹേവിയർ എമംഗ് ഹ്യൂമൻസ്. അതെ, ഞാൻ മനുഷ്യർക്കിടയിൽ ഇങ്ങനത്തെ ഒരു നിരീക്ഷണം കണ്ടിട്ടുണ്ട്. സിബ്ലിങ്സ് ഓഫൺ ഫൈറ്റ് ആൻഡ് ആർഗ്യൂ വിത്ത് ഈച്ച് അതർ കോൺസ്റ്റൻ്റ്ലി. അതായത് സിബ്ലിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? സഹോദരങ്ങൾ. നമ്മളെ വീട്ടിലും അറിയാം, സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും വഴക്കുമായിരിക്കും, പക്ഷെ അവർക്കുള്ളിൽ ഒരു സ്നേഹവും ഉണ്ടായിരിക്കും. അപ്പോൾ സിബ്ലിങ്സ് ഓഫൺ ഫൈറ്റ് ആൻഡ് ആർഗ്യൂ വിത്ത് ഈച്ച് അതർ കോൺസ്റ്റൻ്റ്ലി. അതായത് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എപ്പോഴും വഴക്കും അടിയും ആർഗ്യൂ ചെയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ നടത്താറുണ്ട്. ഹവർ, എന്നിരുന്നാലും ദേ സ്റ്റിൽ ഡീപ്ലി ലവ്, അവർ എന്നാലും അഗാധമായിട്ട് സ്നേഹിക്കുകയും പ്രൊട്ടക്റ്റ് വൺ അനദർ, സംരക്ഷിക്കുകയും മറ്റൊരാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വെൻ നീഡഡ്, അതായത് ആവശ്യം വരുമ്പോൾ അവർ പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ അവിടെ ഒരു കോളത്തിനകത്ത് പപ്പി എന്ന് പറയുന്ന നായ്ക്കുട്ടിയാണ്, യങ് ഡോഗിനെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദ ടേം റിഫ്ലെക്ട്സ് ദ പ്ലേഫുൾ ആൻഡ് എൻജോയിങ് നേച്ചർ ഓഫ് ദീസ് യങ് കനീൻസ്. ഓക്കെ, ദ വേർഡ് ഈസ് ബിലീവ് ടു ഹാവ് ഒറിജിനൽ, അത് ഇവിടെ പറയുന്ന ഫ്രഞ്ച് ടേമിൽ നിന്നാണ് പപ്പി എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് പപ്പി ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡോൾ ഓർ ടോയ് എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് ചാമിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ തയ്യാറാക്കാനാണ്, അത് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലാതെ 10 വരെ പഠിച്ചപ്പോഴും നമുക്കറിയാം പോസ്റ്ററൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ പോസ്റ്റർ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കിക്കുക, ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡിൻ ഡയർ ഓൺ എ ക്യാറ്റ് എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞു ഈ ബ്ലാക്ക് നെയ്ബർഹുഡിൽ എന്താണ് നമ്മൾ ഒരു പൂച്ചയെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു ധൈര്യപരമായി ഇച്ചിരി അത്യാവശ്യം ധൈര്യമൊക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ചയൊക്കെ ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഓക്കെ, ട്രെവർ ആൻഡ് ഹിസ് മദർ ഹാഡ് ഡിസൈഡഡ് ടു ഡിസൈൻ
ആൻഡ് ഡിസ്പ്ലേ എ പോസ്റ്റർ ഓഫറിംഗ് ദ ക്യാറ്റ്സ് ഫോർ അഡോപ്ഷൻ. അപ്പോൾ ട്രെവറും അവൻ്റെ അമ്മയും കൂടെ ഹാഡ് ഡിസൈഡഡ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു തീരുമാനിച്ചു? ടു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഡിസ്പ്ലേ എ പോസ്റ്റർ. അപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനാണ്? ഓഫറിംഗ് ദ കേറ്റ്സ് ഫോർ അഡോപ്ഷൻ. അപ്പോൾ ഈ പൂച്ചകളെ ദത്തെടുക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിന് ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ തീരുമാനിച്ചു. എ പോസ്റ്റർ മേ ഇൻക്ലൂഡ്. അപ്പോൾ ഒരു പോസ്റ്ററിനകത്ത് എന്തൊക്കെ വേണമെന്ന് അവിടെ പറയുകയാണ്. ടൈറ്റിൽ വേണം, പിക്ചേഴ്സ് വേണം, പിന്നെന്താണ് കളർഫുള്ളായിട്ട് വേണം, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ വേണം അല്ലേ? എന്തൊക്കെ വേണം? എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്യാറ്റ്സ്. ആ പൂച്ചകളുടെ ഡിസ്ക്രിപ്ഷൻ വേണം, അതായത് അതിനകത്ത് ഹാബിറ്റ്സും അപ്പിയറൻസും വേണം. പിന്നെ കോൺടാക്ട് ഇൻഫർമേഷൻ ഓഫ് ദ ഓണർ, ആരാണ് ഉടമസ്ഥൻ, അവരെ കോൺടാക്ട് ചെയ്യേണ്ടത് ഇത് വേണമെങ്കിൽ അത് വേണം. പിന്നെന്താ? എ മെസ്സേജ് ഷോയിങ് ദ അർജൻസി ഓഫ് അഡോപ്ഷൻ. പിന്നെന്താണ്? ഇത് അഡോപ്റ്റ് ചെയ്യേണ്ട, ഇവരെ എടുക്കേണ്ടെന്നുള്ള അർജൻസിയൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത്രയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളോടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പുറത്തെ ഒരു തന്നിട്ടുണ്ട്, കോളം ഒഴിച്ച് തന്നിട്ടുണ്ട്, 2 പൂച്ചയുടെ പടമൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഞാനിവിടെ ഒരു മോഡൽ തരാം. അപ്പോൾ നമുക്കൊരു ഹെഡിങ് വേണം അല്ലേ? ഹെഡിങ് വേണം. അപ്പോൾ എങ്ങനെ എഴുതാം? ലവിങ് ക്യാറ്റ്സ് ഫോർ അഡോപ്ഷൻ. അപ്പോൾ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 പൂച്ചകൾ ഉണ്ട് എന്നറിയിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ക്യാറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പിയറൻസ്, അതെങ്ങനെയാണ് കാണാനെന്ന്. എങ്ങനെയാണ്? 2 ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ക്യാറ്റ്സ്, 2 മനോഹരമായ കറുത്ത പൂച്ചകളാണ്. ഹെൽത്തി ആൻഡ് ക്ലീൻ, നല്ല ആരോഗ്യമുള്ളതും വൃത്തിയുള്ളതുമാണ്. നേച്ചർ, അവയുടെ പ്രകൃതം എങ്ങനെയെന്നാണ്? വെരി ജെന്റിൽ, വളരെ ശാന്ത സ്വഭാവമാണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദപരമാണ്. ആൻഡ് പ്ലേഫുൾ, നല്ല കളിച്ച് തിരിച്ചൊക്കെ നടക്കുന്ന ഒരു നല്ല 2 പൂച്ചക്കുട്ടികളാണെന്ന് അതിനകത്ത് പ്രകൃതം പറയുന്നു. ഇനി അടുത്ത് ഹാബിറ്റ്സ്, അതിൻ്റെ ശീലങ്ങൾ പറയുകയാണ്. അതെന്ത് പറയാം? വെൽ ബിഹേവ്ഡ്, നല്ല മാന്യമായിട്ട് നന്നായിട്ട് പെരുമാറുന്നതാണ്. ആൻഡ് പോട്ടി ട്രെയിൻഡ് എന്ന് വെച്ചാൽ നല്ല ശീലങ്ങളൊക്കെ ഓരോ പൂച്ചകൾക്ക് അതിൻ്റെ ദൈനംദിന ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് ചിട്ടയായ പരിശീലനമൊക്കെ കൊടുത്ത പൂച്ചകളാണ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തെന്ത് കൊടുക്കാം? വീണ്ടും അർജന്റ് നീഡ് എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ഇത് ആവശ്യമാണ് എന്നുള്ളൊരർത്ഥം. ഓക്കെ, എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദം എ ന്യൂ ഹോം ഇമ്മീഡിയറ്റ്ലി ബിക്കോസ് അവർ കറന്റ് നെയ്ബർഹുഡ് ഈസ് നോട്ട് സേഫ് ഫോർ ബ്ലാക്ക് ക്യാറ്റ്സ്. അപ്പോൾ അവിടെ നമ്മുടെ എന്താണ് അർജൻസി എന്ന് എഴുതണം. എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദം എ ന്യൂ ഹോം. നമുക്ക് പുതിയൊരു ഹോം കണ്ടെത്തേണ്ടതുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടൻ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അവർ കറന്റ് നെയ്ബർഹുഡ്, നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു അയൽപക്കം എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് സേഫ്, അപ്പോൾ സുരക്ഷിതമല്ല ഫോർ ബ്ലാക്ക് ക്യാറ്റ്സ്. അതായത് ബ്ലാക്ക് ക്യാറ്റ്സിന് സുരക്ഷിതമല്ലാത്തൊരു നെയ്ബർഹുഡാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത്യാവശ്യമായിട്ടും ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വേണം എന്നാണ്. പിന്നെ കോൺടാക്റ്റ് പറഞ്ഞിട്ട് ഇഫ് യു ക്യാൻ ഗീവ് ദം എ സേഫ് ഹോം പ്ലീസ് കോൺടാക്ട് ട്രെവർ, ഒരു ഫോൺ നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് യു ക്യാൻ ഗീവ് ദം എ സേഫ് ഹോം, അവർക്ക് ഈ 2 പൂച്ചകൾക്ക് നല്ലൊരു സേഫ് ഹോം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കോൺടാക്ട് ചെയ്യുക ട്രെവർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്രെവറിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പറോ ആരുടെയെങ്കിൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോസ്റ്റർ. ഇതൊരു കോളമൊക്കെ വരച്ച് നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. പോസ്റ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്. ഓക്കെ, ഇനി അടുത്ത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 13 കുറച്ച് 2 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. വാട്ട് ഡസ് ട്രെവർ മീൻ ബൈ ദിസ്? അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ, ഇതൊരു സൈക്കിള് പോലെയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, വിത്ത് ഇമോഷൻസ്, വികാരങ്ങളോട് കൂടെയാണ്. വാട്ട് ഡസ് ട്രെവർ മീൻ ബൈ ദിസ്? എന്താണ് ഈ സെൻറ്റൻസിലൂടെ ട്രെവർ അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ ഇങ്ങനെയാണ്: എ ബൈസൈക്കിൾ ഗീവ്സ് എ ചൈൽഡ് എ ലോട്ട് ഓഫ് ഫൺ, ഫ്രീഡം ആൻഡ് ചാമ്പ്യൻഷിപ്പ്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കും? തമാശ, ഫൺ ഉണ്ടാക്കും, ഫ്രീഡം കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്, ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടൊക്കെ നൽകുന്നുണ്ട്, കൂട്ടുകാരനെ പോലെയാണ്. എ ഡോഗ് ഡസ് ദ എക്സാക്ട് സെയിം തിങ്സ് ഫോർ എ ചൈൽഡ്. അപ്പോൾ ഒരു ഡോഗും ഇതുപോലെ ഈ സെയിം കാര്യം തന്നെ, ഒരു ഡോഗും ഒരു കുട്ടിക്ക് ഫൺ കൊടുക്കുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നു, കമ്പാനിയൻഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹവവർ, അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ്. ഹവവർ, എന്നിരുന്നാലും അൺലൈക്ക് എ മെക്കാനിക്കൽ ബൈസൈക്കിൾ എ ഡോഗ് ക്യാൻ ഫീൽ ലവ്. അപ്പോൾ ഒരു മെക്കാനിക്കൽ ബൈസൈക്കിളിനെക്കാട്ടിലും, ഒരു യന്ത്രം, ഒരു മെഷീനായിട്ടുള്ള സൈക്കിളിനെക്കാട്ടിലും ഡോഗിന് എന്ത് സംഭവിക്കാൻ പറ്റും? ഡോഗിന് ഫീൽ ചെയ്യാൻ പറ്റും. എന്താണ്? സ്നേഹവും സന്തോഷവും പിന്നെ അതിൻ്റെ യഥാർത്ഥ ഇമോഷൻസ് അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് പങ്കുവെക്കാനൊക്കെ കഴിയും. അതുകൊണ്ടാണ്
ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ് എന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡു യു തിങ്ക് ഫൂഫി വാസ് ഗോയിങ് ആൻഡ് വൈ? അപ്പോൾ വേർ ഡു യു തിങ്ക് ഫൂഫി വാസ് ഗോയിങ്, അപ്പോൾ ഫൂഫി എങ്ങോട്ട് പോകുന്നതാണ്, എന്തിനു പോകുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ്. എങ്ങോട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്, എന്തുകൊണ്ട്, എന്തിനാണ് അങ്ങനെ പോകുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഫൂഫി വാസ് ഗോയിങ് ടു അനദർ ഹൗസ് ഇൻ ദ നെയ്ബർഹുഡ്. അപ്പോൾ ഫൂഫി എന്ന് പറഞ്ഞാൽ മറ്റൊരു വീട്ടിലോട്ടാണ് പോകുന്നത്, അയൽപക്കത്തുള്ള മറ്റൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. ഷീ വെൻ ദെയർ ടു വിസിറ്റ് അനദർ ഫാമിലി. അപ്പോൾ അവള് അവിടെ പോകുന്നത് മറ്റൊരു കുടുംബത്തെ കാണാനാണ്. ആൻഡ് എ യങ് ബോയ് ഹൂ ലവ്ഡ് ഹെർ. അപ്പോൾ അത് മാത്രമല്ല, ഒരു കുടുംബത്തെയും പിന്നെ അവിടുത്തെ ഒരു യങ് ബോയിയെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഫൂഫീനെ സ്നേഹിച്ച് വേറൊരു യങ് ബോയിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മാത്രമല്ല ഷീ വാണ്ടഡ്, എന്തുകൊണ്ടാണ്? ഷീ വാണ്ടഡ് ടു പ്ലേ വിത്ത് ഹെർ അതർ ഫ്രണ്ട്. അപ്പോൾ അവൾക്ക് ഫൂഫിക്ക് അവളുടെ മറ്റേയുള്ള ഒരു ഫ്രണ്ടിനോട്, ആ കിഡുമായിട്ട് കളിക്കാൻ ആഗ്രഹമുണ്ട്. ഗെറ്റ് മോർ അഫെക്ഷൻ, കൂടുതൽ സ്നേഹം കിട്ടണമെന്നുണ്ട്. ആൻഡ് എൻജോയ് ഹെർ ഫ്രീഡം, അത് മാത്രമല്ല അവളുടെ ആ സ്വാതന്ത്ര്യം ഉല്ലസിക്കണം, അനുഭവിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടെ ഉണ്ട്. അതാണ് നമുക്കവിടെ ആൻസറായിട്ട് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത പേജ് നമ്പർ 15 അവിടെ മീറ്റ് ദ ഓഥർ എന്ന് പറഞ്ഞ ഓഥറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറഞ്ഞ അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മീറ്റ് ദ ഓഥർ എന്ന് പറയുന്ന അവിടെ കുറച്ച് പ്രൊഫൈൽ എഴുതാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ മുകളിൽ ദ ബോൺ ഇൻ ജോഹന്നസ്ബർഗ്. അപ്പോൾ ജോഹന്നസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മുന്നേ ഇൻ ചേർത്തു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രൊഫൈൽ എഴുതാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്രൊഫൈൽ എഴുതാൻ ഈസിയാണ്, ഹിൻഡ് തന്നിരിക്കും, അത് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഡേറ്റിന് മുന്നേ ഓൺ ചേർക്കണം, പിന്നെ സ്ഥലത്തിന് മുന്നേ ഇൻ ചേർക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള, പിന്നെ അവിടുന്ന് ആ പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള പ്രൊഫൈലാണ്. ഇനി അത് കഴിഞ്ഞ് ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ടു സീ ഹെർ വിത്ത് അനദർ ബോയ് ആക്ടിങ് ലൈക്ക് ഷീ ഡിഡ്ന്റ് നോ മീ ആഫ്റ്റർ ഐ റേസ്ഡ് ഹെർ ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗദർ. അപ്പോൾ അവളെ വേറൊരു ആൺകുട്ടിയുടെ കൂടെ കണ്ടപ്പോൾ കാണുന്നത് എന്താണ്? ആക്ടിങ് ലൈക്ക് ഷീ ഡിഡ്ന്റ് നോ മീ. അത് അവൾ എന്നെ കാണാത്ത പോലെ ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും വളർത്തിയിട്ട്, നമ്മൾ ഒരു റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും വളർത്തിയിട്ട് അവൾ എന്നെ അറിയാത്ത പോലെ മറ്റൊരു കുട്ടിയുടെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്ന് നമ്മുടെ ഓഥർ പറയുന്നതാണ് അല്ലേ. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. ട്രെവർ ജോട്ട്സ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ഡയറിയാണ്. ഡയറിയും എക്സാമിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റൈറ്റ് എ ലൈക്ലി ഡയറി എൻട്രി. ഓക്കെ, അപ്പോൾ ഈ ഒരു വികാരങ്ങളൊക്കെ വെച്ചിട്ട്, ഈ ഫീലിങ്സ് വെച്ചിട്ട് അന്ന് ഓഥർ ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഡയറി എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും ഡയറിയുടെ ഫോമാറ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡേറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഡേറ്റ്, അതായത് ദിവസവും, പിന്നെ ഏത് ദിവസമാണ്, ഏത് ഡേറ്റാണ്, പിന്നെ ഏത് വർഷമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഈ കണ്ടന്റ് വെച്ച് എഴുതണം. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. അപ്പം നമുക്ക് ഡയറി ആദ്യം ഡേറ്റ് ഒക്കെ കൊടുക്കാം. എന്നിട്ട് എന്ത് പറയാം? ഐ എം കംപ്ലീറ്റ്ലി ഹാർട്ട് ബ്രോക്കൺ ടുഡേ. ഇന്ന് ഞാൻ വളരെ ഹൃദയം തകർന്ന അവസ്ഥയിലാണ്. ഐ ഫൈനലി ഫൗണ്ട് മൈ ഡോഗ് ഫൂഫി ബട്ട് ഷീ വാസ് അറ്റ് അനദർ ബോയ്സ് ഹൗസ്. അപ്പോൾ ഐ ഫൈനലി ഫൗണ്ട് മൈ ഡോഗ്, ഞാൻ എൻ്റെ ഡോഗിനെ അവസാനം കണ്ടെത്തി. ഫൂഫി എന്നാണ് പേര്. ബട്ട് ഷീ വാസ് അറ്റ് അനദർ ബോയ്സ് ഹൗസ്, പക്ഷെ അവൾ മറ്റൊരു ബോയുടെ വീട്ടിലാണ്. ദ വേഴ്സ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഷീ ആക്റ്റഡ് ലൈക്ക് ഷീ ഡിഡ്ന്റ് ഈവൻ നോ മീ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വേഴ്സ്റ്റ് പാർട്ടായിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, അവളെന്നെ അറിയാത്ത പോലെ നിന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഐ റൈസ്ഡ് ഹെർ, ഞാൻ അവളെ വളർത്തി. ആൻഡ് വി സ്പെൻഡ് സോ മെനി നൈറ്റ്സ് ടുഗദർ. നമ്മൾ ഒരുപാട് രാത്രികളൊക്കെ നമ്മൾ ഒരുമിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത്. ടു സീ ഹെർ വിത്ത് അനദർ ബോയ് ആക്ടിങ് ലൈക്ക് ഷീ ഡിഡ്ന്റ് നോ മീ ആഫ്റ്റർ ഐ റേസ്ഡ് ഹെർ ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗദർ ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചൊക്കെ നിന്നിട്ടും എന്നെ കാണാതെ കാണാത്ത പോലെ നിന്നപ്പോൾ ഞാൻ ഹൃദയം തകർന്ന് നിൽക്കുമായിരുന്നു എന്ന് പറയാം. എന്നിട്ട് എന്ത് പറയാം? ഇറ്റ് ഹേർട്സ് സോ മച്ച് ടു സീ ഹെർ ലവിങ് സമൺ എൽസ്. അപ്പോൾ ഇറ്റ് ഹേർട്സ്, അത് ഭയങ്കര വേദനാജനകമാണ്, എന്നെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ടു സീ ഹെർ ലവിങ് സമൺ എൽസ്, അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് കണ്ടു നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐ ഫീൽ സോ ബിട്രേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടതുപോലെ തോന്നി എന്ന് പറഞ്ഞങ്ങ്
നിർത്താം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ചെറിയ ഫോമാറ്റാണ് തരുന്നത്, ഏറ്റവും സിമ്പിൾ. നിങ്ങൾ മാർക്ക് അനുസരിച്ച് കുറേ കൂടെ സെൻറ്റൻസസ് ഒക്കെ ഉൾപ്പെടുത്തി വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യു ഡോട്ട് നോൺ ഓൺ ദ തിങ് യു ലവ്. അപ്പം യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങളുടെ മാത്രം സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. ട്രെവർ സേസ് ഹി ലേൺ ദിസ് ലെസൺ അറ്റ് യങ് ഏജ്. അപ്പോൾ ട്രെവർ പറയുന്നുണ്ട്, ഈ ഒരു പാഠം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൗ ഡു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് ദ വേ വി അണ്ടർസ്റ്റാൻഡ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ചോദിക്കുകയാണ്, ഹൗ ഡു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഈ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ സ്വാധീനിക്കുന്നത് ദ വേ വി അണ്ടർസ്റ്റാൻഡ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ബന്ധങ്ങളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഈ കുട്ടിക്കാല അനുഭവങ്ങൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അനലൈസ് ട്രെവേഴ്സ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു മറക്കാനാവാത്ത ഒരു അനുഭവവും കൂട്ടിച്ചേർത്ത് ഈ ട്രെവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രസ്താവന അത് വിലയിരുത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ എഴുതാം, തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു അസ് വെൻ വി ആർ യങ് ടീച്ചേഴ്സ് അവർ ഫസ്റ്റ് ബിഗ് ലെസൺസ് അബൌട്ട് ട്രസ്റ്റ്, റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രീഡം. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മളെ വിശ്വാസത്തിനെയും ബന്ധങ്ങളെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ദേ ഷേപ്പ് ഹൗ വി ഹാൻഡിൽ ഹാർട്ട് ബ്രേക്ക് ആസ് അഡൾട്ട്സ്. അപ്പോൾ അന്ന് കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് നമ്മളൊരു അഡൾട്ട് ആകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബ്രേക്സ് ഒക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിക്കുന്നത്. ട്രെവർ ലേൺ ദാറ്റ് ട്രൂ ലവ് മീൻസ് ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ. അപ്പോൾ ട്രെവർ പഠിച്ചു ട്രൂ ലവ്, യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ. അത് നമ്മൾ നിയന്ത്രണാതീതമല്ല, നിയന്ത്രിക്കാതെ നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലില്ലാതെ അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതാണ്. ലവ് ഈസ് നോട്ട് അബൌട്ട് ട്രീറ്റിംഗ് സമ്മൺ ലൈക്ക് പ്രോപ്പർട്ടി. അപ്പോൾ ട്രെവർ മനസ്സിലാക്കി, അത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാളെ എൻ്റെ പ്രോപ്പർട്ടി, ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നതല്ല, അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് അബൌട്ട് ലെറ്റിംഗ് ദം ലീവ് ദെയർ ലൈഫ് ഫുള്ളി. അത് സ്നേഹം എന്ന് പറയുന്നത്, റിയൽ സ്നേഹം എന്ന് പറയുന്നത് അവരെ അനുവദിക്കണം, അവരുടെ ജീവിതം അവർ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇനി സിമിലർ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ നമുക്ക് എന്ത് എഴുതാം? എ കോമൺ എക്സാമ്പിൾ ഈസ് വെൻ ഐ വാസ് എ ചൈൽഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മൂവ്ഡ് എവേ ആൻഡ് മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ വിട്ടിട്ട് വേറെ പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി. അറ്റ് ഫസ്റ്റ് ഐ ഫെൽറ്റ് ജെലസ് ആൻഡ് ബിട്രേഡ്. ആദ്യം എനിക്ക് ഭയങ്കര അസൂയയും വഞ്ചിക്കപ്പെട്ടതുപോലെയൊക്കെ തോന്നി. ഹവർ എന്നിരുന്നാലും as I grew up I realized that their new friends do not erase their love for you. അപ്പോൾ ഞാൻ വളർന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി അവരുടെ പുതിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് അവൾക്ക് എന്നോടുള്ള സ്നേഹമൊന്നും ഇല്ലാതാവുന്നില്ല. റിയൽ ലവ് അലോസ് പീപ്പിൾ ടു ബി ഫ്രീ. അപ്പോൾ യഥാർത്ഥ സ്നേഹം ആൾക്കാരെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റി സോണിലോട്ട് പോവാണ്. അവിടെ എന്ന് വെച്ചാൽ ശരിക്കും അവിടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിബേറ്റിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ സംവാദം. നമുക്കറിയാമല്ലോ ഒരു ഡിബേറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന്. ഇത് വളരെ വളരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴെന്നല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലിക്കൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ തരും, വേറെ ജോലി കമ്പനി ലാംഗ്വേജ് റിലേറ്റഡ് കമ്പനികളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിബേറ്റ്, ഒരു സംവാദം, ഒരാളുമായിട്ട് സംവാദം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ യു വുഡ് ഹാവ് ഒബ്സർവ് ഹൗ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ട്രെവർ ആൻഡ് ദ ബോയ് റാപ്പിഡ്ലി സ്പൺ ഔട്ട് ഓഫ് കൺട്രോൾ. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോൾ മനസ്സിലായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ട്രെവറും ആ ബോയും തമ്മിൽ ഒരു ചെറിയൊരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു സംവാദത്തിൽ ഏർപ്പെടേണ്ടി വന്നു, ഒരു ഡിബേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പെടേണ്ടി വന്നു. ദേ വെയർ ബോത്ത് ഇൻ നോ മൂഡ് ഫോർ എ റേഷണൽ ഡിബേറ്റ്. അപ്പോൾ രണ്ടുപേരും സംവാദത്തിന് തയ്യാറായ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല, രണ്ടുപേരും വിഷമത്തിലാണ് അല്ലേ. അപ്പോൾ ഇൻ എ ഡിബേറ്റ് ബോത്ത് സൈഡ്സ് എക്സ്പ്രസ് ദെയർ വ്യൂസ് ക്ലിയർലി ആൻഡ് ലോജിക്കലി. അപ്പോൾ ഒരു ഡിബേറ്റ്, ഒരു സംവാദം നടത്തുമ്പോൾ രണ്ട് സൈഡും, ഒരാൾ മാത്രമായിരിക്കില്ല, രണ്ട് പേരുണ്ടാവും ഡിബേറ്റ് നടത്തുമ്പോൾ. അപ്പോൾ ഈ രണ്ട് സൈഡും അവരവരുടെ വ്യൂസ്, കാഴ്ചപ്പാടുകളും അവരുടെ ലോജിക്ക്, യുക്തിപരമായിട്ട് ചിന്തകളും പരസ്പരം വ്യക്തമായിട്ട് ക്ലിയർലി ചെയ്യുന്നുണ്ട്. However, they also listen attentively and try to respond to each other's arguments as thoughtfully and effectively as
മിസ്റ്റേക്ക്. അപ്പോൾ എന്നിരുന്നാലും അവരെങ്ങനെയാണ് ഒരു ഡിബേറ്റ് നടത്തുന്നവർ അറ്റൻറ്റീവ്ലി ശ്രദ്ധിച്ച് മറ്റേ ആൾ എന്താ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് പ്രതികരിക്കണം. എങ്ങനെയാണ് രണ്ടുപേരുടെയും വാദങ്ങളെ പ്രതികരിക്കണം, തോട്ട്ഫുള്ളി ചിന്തിച്ച്, പിന്നെ എഫക്റ്റീവ് കാര്യക്ഷമമായിട്ട് വേണം നമ്മൾ മറുപടി കൊടുക്കുക. അല്ല ചക്ക എന്ന് ചോദിക്കുമ്പോൾ ചുക്ക് എന്നുള്ള മറുപടി കൊടുക്കരുത്. അങ്ങനെ ആയിരിക്കണം ഒരു ഡിബേറ്റ് എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ലേൺ ഹൗ ടു കണ്ടക്ട് എ ഡിബേറ്റ് ബൈ ഫോളോയിങ് 3 steps. അപ്പോൾ ഇനി നമ്മൾ ഒരു ഡിബേറ്റ് എങ്ങനെ സംഘടിപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ഒബ്സർവ്, ഓർഗനൈസ് ആൻഡ് ഓപ്പറേറ്റ്. ഒബ്സർവ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, നമ്മൾ ആ കാര്യങ്ങൾ, ഇപ്പം അതിൻ്റെ എവിഡൻസുകൾ, അതിനെക്കുറിച്ചുള്ള നിരീക്ഷണം വേണം. പിന്നെ എന്താണ്? ഓർഗനൈസ് എന്ന് വെച്ചാൽ എന്താണ്? സംഘടിപ്പിക്കുക. എന്താണ്? എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് സംഘാടനം വേണം. പിന്നെ ഓപ്പറേറ്റ്, അതിനെ ആ ക്രമീകരിച്ചിരിക്കുന്ന കാര്യത്തിന് നമ്മൾ നടപ്പിലാക്കണം. അതാണ് വേണ്ട 3ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിന് മുമ്പ് ഇപ്പുറത്തൊരു കോളത്തിൽ ഡിബേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എ ഡിബേറ്റ് ഈസ് എ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഡിസ്കഷൻ വെയർ 2 sides present opposing views on a topic. അപ്പോൾ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിൽ 2 പേരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ എന്താണ്? അതിനെ അനുകൂലിക്കുന്നവരുണ്ടായിരിക്കും, പ്രതികൂലിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ചർച്ചയാണ്, അവരുടെ വാദങ്ങൾ ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ ഡിബേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിയലി അബൌട്ട് എക്സ്പ്രസിങ് വൺസ് ഒപ്പീനിയൻ. അപ്പോൾ ഒരാളുടെ മാത്രം അഭിപ്രായം അല്ല അവിടെ പറയുന്നത്. ഇറ്റ് റിക്വയർസ് ക്ലിയർ തിങ്കിങ്, റെസ്പെക്ട്ഫുൾ ലിസണിങ്, ലോജിക്കൽ റീസണിങ് ആൻഡ് പൊളൈറ്റ് റെസ്പോൺസസ്. അപ്പോൾ ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ട്? ക്ലിയർ തിങ്കിങ്, അപ്പോൾ വ്യക്തമായിട്ട് ചിന്ത വേണം. പിന്നെ എന്താ? റെസ്പെക്ട്ഫുൾ ലിസണിങ്. നമ്മൾ ഒരാളുമായിട്ട് ഇങ്ങനെ ഡിബേറ്റ് നടക്കുമ്പോൾ അവിടെ അവർ പറയുന്നത് എന്താണെന്ന് ബഹുമാനത്തോട് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. അല്ലാതെ അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര കയർക്കുകയൊന്നുമല്ല, റെസ്പെക്ട്ഫുള്ളി ആയിരിക്കണം. പിന്നെ എന്താണ്? ലോജിക്കൽ റീസണിങ് ആൻഡ് പൊളൈറ്റ് റെസ്പോൺസ്. നമ്മൾ പൊളൈറ്റായിട്ട് വേണം അവരോട് പ്രതികരിക്കാൻ എന്നൊക്കെ. പൊളൈറ്റ് എന്ന് വെച്ചാൽ സൗമ്യമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ 3 സ്റ്റെപ്പാണ്: ഒബ്സർവ്, ഓർഗനൈസ്, പിന്നെ ഓപ്പറേറ്റ്. അപ്പോൾ ആദ്യം ഒബ്സർവ് എന്ന് വെച്ചാൽ കളക്ട് ക്യൂസ് സച്ച് എസ് ഇമേജസ്, വീഡിയോ ക്ലിപ്സ്, വേർഡ് ക്ലൗഡ്സ് ഓർ സാമ്പിൾ സ്ക്രിപ്റ്റ്സ് റിലേറ്റഡ് ടു ഡിബേറ്റ്. അപ്പോൾ ആ ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ, തെളിവുകളൊക്കെ സ്വീകരിക്കില്ലേ, അതുപോലത്തെ ഒരു സംഭവം. പേ അറ്റൻഷൻ ടു ദ റൂൾസ്, ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ഡിബേറ്റ്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിരീക്ഷിക്കണം. അപ്പോൾ ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ എങ്ങനെ അവിടത്തുള്ള നിയമങ്ങൾ, അവിടെ എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കണം, ഏത് ഭാഷ ഉപയോഗിക്കണം, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ഘടന എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. ഓക്കെ, ഗോ ത്രൂ എ ഡിബേറ്റ് ലൈവ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഒരു ഡിബേറ്റ് എങ്ങനെയാണ് ലൈവായിട്ടോ ബ്രോഡ്കാസ്റ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡിബേറ്റൊക്കെ നമുക്ക് നോക്കാം. പിന്നെ എന്താണ്? എങ്ങനെയാണ് ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കണം. എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാദങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കണം. പിന്നെ എങ്ങനെയാണ് സ്പീക്കേഴ്സ്, ആ സംസാരിക്കുന്നവർ എഗ്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നത്, നമ്മൾ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നതിനോട് എങ്ങനെ സമ്മതിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നു എന്നൊക്കെ നോക്കണം. അതെങ്ങനെയാണ്? പൊളൈറ്റ്ലി ആയിരിക്കണം, എന്താണ്? സൗമ്യമായിട്ട് വേണം. ഹൗ ദ ഡിബേറ്റ് ഈസ് കൺക്ലൂഡഡ്, എങ്ങനെയാണ് അവസാനം ഒരു ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്തതെന്നൊക്കെയാണ് ഒബ്സർവേഷനിൽ വരുന്നത്. ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഇനി ഓക്കെ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് തന്നിട്ടുള്ളത്. ഇനി ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ടോപ്പിക്ക്, അതായത് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ടോപ്പിക്ക് വേണം എടുക്കണം. പിന്നെ എന്താണ്? അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റിൻ്റെ സ്കോപ്പ്, ഫ്രെയിം ദ മോഷൻ, ആ പ്രമേയത്തിൻ്റെ സ്കോപ്പ്, അതിനെ സമ്മതിക്കുന്നതിൻ്റെ സ്കോപ്പ് എന്താണ്, ഡിസഗ്രി ചെയ്യുന്നതിനോടുള്ള, വിയോജിക്കുന്നതിനുള്ള സ്കോപ്പ് എന്താണ് എന്നൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. പിന്നെ എന്താണ്? ഡിസൈഡ് ദ ഫോമാറ്റ്. അപ്പോൾ ടീമാണോ, ഇൻഡിവിജ്വൽ ഡിബേറ്റ് ആണോ, വ്യക്തിഗതമായിട്ടുള്ള ഡിബേറ്റ് ആണോ, ടീമായിട്ടാണോ ഡിബേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നോക്കണം. ഫിക്സ് ദ ടൈം ലിമിറ്റ് ഫോർ ദ പ്രസൻറ്റേഷൻ. ഇനി അടുത്ത് ഈ പ്രസൻറ്റേഷൻ എത്ര സമയം വേണം, അങ്ങനെ കുറേ പറയുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ കുറച്ച് നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് നമുക്ക് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി പറയുന്നത് ഡിബേറ്റ് ഗ്ലോസറി എന്ന് പറഞ്ഞ് കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് മോഷൻ, ക്ലെയിം, പ്രിപ് ടൈം, സ്റ്റാൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിബേറ്റ് ഗ്ലോസറി അതിൻ്റെ കുറച്ച് സംഭവമാണ് കേട്ടോ. അവിടെയുള്ള കുറച്ച് മീനിങ് അറിയേണ്ട കാര്യങ്ങളാണ്. ഒബ്സർവ് ദ വേർഡ് ക്ലൗഡ് എബോ.
ഇവിടെ ആ തന്നിരിക്കുന്ന വേർഡ് ക്ലൗഡ് ശ്രദ്ധിക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് ടേംസ് റിലേറ്റഡ് ടു ദ റൂൾസ് ആൻഡ് ലാംഗ്വേജ് ഓഫ് എ ഡിബേറ്റ്. അപ്പോൾ ഇതിനകത്ത് കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ആ ഒരു ഡിബേറ്റിൻ്റെ പങ്ക്, അതിൻ്റെ നിയമങ്ങൾ, അതിൽ ഉപയോഗിക്കേണ്ട ഭാഷ, അതൊക്കെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. സെലക്ട് എനി 7 വേർഡ്സ്. അപ്പോൾ അതിൽ നിന്ന് 7 വാക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്ലോസറി തയ്യാറാക്കാനാണ് പറയുന്നത്. ജസ്റ്റ് ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി ഇത്. ഓക്കെ, എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ വേർഡും അതിൻ്റെ മീനിങ്. അതിൽ നിന്ന് ആദ്യം പ്രിപ്പ് ടൈം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ടൈം അലോഡ് ബിഫോർ ദ ഡിബേറ്റ് ടു ഓർഗനൈസ് ഐഡിയാസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ഐഡിയാസും ആർഗ്യുമെൻറ്റ്സും ഒക്കെ തിങ്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന അലോ ചെയ്തിട്ടുള്ള ടൈമിനെയാണ് പ്രിപ്പ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി അതിനകത്ത് വേറെ എന്ത് പറയാം? ഇനി അതിന് നമ്മളോട് 7 വാക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത് ഏതെടുക്കാം? മോഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾ ഈ വാക്കുകളൊക്കെ പഠിക്കണം. ഇനിയും വലിയ ഫ്യൂച്ചറിലൊക്കെ ആവശ്യമുള്ള വാക്കുകളാണ്. മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, പ്രമേയം പാസാക്കി എന്നൊക്കെ പറയാം. അപ്പോൾ പ്രമേയമാണ് എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം. അതായത് ദ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ടോപ്പിക് ഓഫ് ദ ഡിബേറ്റ്. അപ്പോൾ ആ ഡിബേറ്റിൻ്റെ ആ ടോപ്പിക് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവന. ഓക്കെ, അപ്പോൾ സംവാദത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ആ വിഷയത്തിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മോഡറേറ്റർ എന്താണ്? ദ പേഴ്സൺ ഹു കൺട്രോൾസ് ദ ഡിബേറ്റ് ആൻഡ് എൻഷ്യൂർസ് റൂൾസ് ആർ ഫോളോഡ്. അപ്പോൾ ഈ സംവാദത്തെ നിയന്ത്രിക്കുകയും നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുന്നത്. ഇനി പ്രൊപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അനുകൂലിക്കുന്നവരാണ്. അതായത് പ്രമേയത്തെ പിന്തുണച്ച് ആ ഒരു ടോപ്പിക്കിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഒപ്പോസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, എതിർത്ത് സംസാരിക്കുക. അപ്പോൾ എതിർക്കുന്നവരെയാണ് ഒപ്പോസിഷൻ. പ്രമേയത്തെ എതിർത്ത് സംസാരിക്കുന്ന വിഭാഗത്തിനെയാണ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇനി സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിലപാടിനെയാണ് സ്റ്റാൻസ്. ഇതെൻ്റെ സ്റ്റാൻസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിലപാട്. ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ആ ഭാഗത്തിനെയാണ് സ്റ്റാൻസ്, നിലപാടെന്ന് പറയുന്നത്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് എടുത്ത വാക്കാണ്. തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ വാദങ്ങളെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുതകളോ വിവരങ്ങളോ തന്നെയാണ് നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ റിബ്യൂട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? പ്രതിവാദം അല്ലെങ്കിൽ പ്രതിവാദത്തെയാണ് പറഞ്ഞത്. അതായത് എതിർപക്ഷത്തിൻ്റെ വാദങ്ങൾ നമ്മൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് റിബ്യൂട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 7 ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 എഴുതാം. ഓക്കെ, ഇനി അടുത്ത പേജിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഡിബേറ്റ് ടെംപ്ലേറ്റ്, ഒരു ഡിബേറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഓപ്പറേറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ വെൽക്കം ദ ഓഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മളൊരു ഡിബേറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ വെൽക്കം ചെയ്യണം, സ്വാഗതം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ദിസ് സെറ്റ്സ് ദ ടോൺ ഓഫ് ദ ഡിബേറ്റ്. ദ സ്പീക്കർ ഗ്രീറ്റ്സ് ദ ഓഡിയൻസ് ഫോർമലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. അപ്പോൾ ആ സ്പീക്കർ, അതായത് അവിടെ നിയന്ത്രിക്കാതിരിക്കുന്ന അയാളാണ് സ്പീക്കർ. നമ്മൾ ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനമൊക്കെ നോക്കുമ്പോൾ സ്പീക്കറും ഇങ്ങനെ നമ്മുടെ ആൾക്കാരിരിക്കത്തില്ലേ, നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇരിക്കില്ലേ, അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ സ്പീക്കർ എന്ന് വെച്ചാൽ അതിനെ രണ്ടിനെയും, അതായത് ഇമ്പാർഷ്യലായിട്ട് രണ്ടിനെയും ക്രോഡീകരിച്ച് എല്ലാം നടത്തുന്ന ആൾ മോഡറേറ്റർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? അയാളായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെ തോന്നും? ഫോർമലി ആയിരിക്കും, റെസ്പെക്ട്ഫുള്ളി ആയിരിക്കും. എങ്ങനെ തുടങ്ങാം? ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ഡിബേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളെ ക്ലാസ്സിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് പറയേണ്ടത്. ഓരോന്നിനും ഓരോ ഫോർമാറ്റാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ഡിബേറ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഡിബേറ്റിലേക്ക് സ്വാഗതം. എ വാം വെൽക്കം ടു വൺ ആൻഡ് ഓൾ. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എ വാം വെൽക്കം ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും സ്നേഹോഷ്മള സ്വാഗതം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു വെൽക്കം യു ആൾ ഹിയർ ടുഡേ എന്ന് പറഞ്ഞൂടെ? അങ്ങനെയും കൊടുക്കാം. ഇവിടെ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് അങ്ങനെയും പറയാം. ഓക്കെ, ഇനി രണ്ടാമതെന്ന് പറഞ്ഞത് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാം, നേരത്തെ പറഞ്ഞു, ടോപ്പിക്കാണ്. അപ്പോൾ സ്റ്റേറ്റ് ദ ടോപ്പിക്. അപ്പോൾ ആ സ്പീക്കർ ക്ലിയർലി ഇൻട്രൊഡ്യൂസസ് ദ മോഷൻ. ആ പ്രമേയം എന്താണ് അല്ലെങ്കിൽ ആ ടോപ്പിക് എന്താണെന്ന് സ്പീക്കർ പറയുന്നതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ഇവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ദ മോഷൻ ഫോർ ടുഡേയ്സ് ഡിബേറ്റ് ഈസ് എന്ന് പറഞ്ഞ്
ആ ടോപ്പിക് അങ്ങ് പറയാം, അങ്ങനെ തുടങ്ങാം. ഓക്കെ, അതായത് ഇന്നത്തെ സംവാദത്തിൻ്റെ മോഷൻ, പ്രമേയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ടുഡേ വി ആർ ഹിയർ ടു എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങാം. ടുഡേ വി ആർ ഹിയർ ടു ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്കിനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ ഏതാണെന്ന് നമ്മളോട് വേറൊരു ചോദിച്ചിരിക്കും, നമുക്ക് എങ്ങനെ പറയാം, ദ ഫോക്കസ് ഓഫ് അവർ ഡിസ്കഷൻ ടുഡേ ഈസ് എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. ഇന്ന് നമ്മുടെ ചർച്ചയുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞിട്ട് ആ വിഷയം എഴുതുക. ഓക്കെ, അപ്പം അങ്ങനെയും തുടങ്ങാം. ഇനി അടുത്തെന്താണ് നമ്മൾ അപ്പോൾ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സംവാദത്തിൽ എന്താ വരുന്നത്, പ്രസന്റ് യുവർ ആർഗ്യുമെന്റ്സ്. അപ്പം നമ്മുടെ ആർഗ്യുമെന്റ്സ്, വാദങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതായത് പ്രസന്റ് യുവർ ഐഡിയാസ് ലോജിക്കലി ആൻഡ് സപ്പോർട്ട് ദം വിത്ത് റീസൺസ് ആൻഡ് എക്സാം. അപ്പം നമ്മുടെ ആശയങ്ങൾ ലോജിക്കലി, യുക്തിപരമായിട്ട് അവതരിപ്പിക്കുക. പിന്നെ അതിന് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞെന്ന് കാരണം വ്യക്തമാക്കുക, ഉദാഹരണങ്ങൾ പറയുക, അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെ ഉപയോഗിക്കാം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്, ഞാൻ ശക്തമായി ഇത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ തുടങ്ങാം ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങാം. ഇനി അല്ലെങ്കിൽ നമ്മളോട് വേറൊന്ന് എഴുതാൻ പറയാം, നമുക്ക് എങ്ങനെ എഴുതാം, ടു ബിഗിൻ വിത്ത് ഐ വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട് ദാറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യമായി ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ വേറെന്ത് തുടങ്ങാം, വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് എന്ന് പറഞ്ഞ റീസൺ പറയാം. പിന്നെന്താണ് അവിടെ, എന്നിട്ട് അത് പറഞ്ഞിട്ട് നമ്മൾ റീസൺ പറയുമ്പോഴാണ് ഇപ്പുറത്ത് കൊടുക്കുന്നത്. വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ, നമ്മൾ ആ കാര്യം പറഞ്ഞിട്ട് റീസൺ, വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് എന്താണ്, അനദർ മേജർ റീസൺ, ഇനി വേറൊരു കാര്യം പറയാണ്, വേറൊരു കാരണം കൂടെ ഇതാണെന്ന് പറയുകയാണെങ്കിൽ അനദർ മേജർ റീസൺ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതും കൊടുക്കാം. മറ്റൊരു പ്രധാന കാരണം ഇതാണ് എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് താഴെയായിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെയൊക്കെ തുടങ്ങാം. ഇനി അടുത്ത് നമ്മൾ ഇത് എന്താണ്, പ്രസന്റ് യുവർ ആർഗ്യുമെന്റ്. അടുത്ത് റിബ്യൂട്ടൽ, ഡിസഗ്രി പൊളൈറ്റ്ലി, അതായത് നമ്മൾ അതിനോട് വിയോജിപ്പ് കാണിക്കുകയാണെങ്കിൽ അതെങ്ങനെയെന്നാണ്. അപ്പോൾ റെസ്പോണ്ട് ടു ദ ഓപ്പോസിങ് സൈഡ് റെസ്പെക്ട്ഫുള്ളി, നമ്മൾ പറയുമ്പോൾ അത് തിരിച്ച് റെസ്പെക്ട്ഫുൾ, ബഹുമാനപരമായിട്ട് വേണം ഇടപെടാൻ. അല്ലാതെ നമ്മൾ അടിക്കാൻ നിൽക്കുമ്പോഴോ തേയ്ന്ന് നിൽക്കാൻ പാടില്ല. ഓക്കെ, ആൻഡ് എക്സ്പ്ലെയിൻ യുവർ ആർഗ്യുമെന്റ്സ് വിത്ത് കൺവിക്ഷൻ. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ പൊളൈറ്റായിട്ട് എങ്ങനെ പറയാം, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ് ബട്ട്, ഞാൻ നിങ്ങൾ പറഞ്ഞ ആ പോയിന്റ് മനസ്സിലാക്കുന്നു, പക്ഷേ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അതല്ലെങ്കിൽ വേറെ രീതി എങ്ങനെ പറയാം, ഐ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ബിക്കോസ്, ഞാൻ ബഹുമാനത്തോടെ നിങ്ങൾ പറഞ്ഞതിനോട് വിയോജിക്കുന്നു, ബിക്കോസ് എന്തെന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, വൈൽ ഐ അണ്ടർസ്റ്റാൻഡ് മൈ ഒപ്പനൻസ് വ്യൂ ഐ മസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ്, അങ്ങനെയും എഴുതാം. എന്താണ്, അതായത് എതിരാളിയുടെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നു, എങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് 5 എന്താണ്, എംഫസൈസ് കീ പോയിന്റ്സ്. അപ്പം നമ്മളവിടെ നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുകയാണ്, മെയിൻ ഐഡിയസ്, പ്രധാന ആശയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് എംഫസൈസ് കീ പോയിന്റ്സ്. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ്, അതായത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞങ്ങ് നമ്മുടെ കാര്യം പറയാം. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്ട്രെസ് ദാറ്റ്, ഞാൻ ഇതിൽ ഊന്നി പറയാൻ, അതായത് ഇതാണ് അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം, ഐ വോണ്ട് ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ദ ഫാക്ട് ദാറ്റ്. അപ്പോൾ ഈ ഒരു പ്രധാന കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രധാന കാര്യത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയും തുടങ്ങാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, ഹൈലൈറ്റ് ചെയ്തു, പ്രധാന പോയിന്റ് വെച്ചു. അടുത്ത 6ാമത്തെ സ്റ്റെപ്പ് എന്താണ്, കൺക്ലൂഡ് കോൺഫിഡൻ്റ്. അവസാനം നമ്മൾ ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്, കൺക്ലൂഷൻ. അപ്പോൾ എങ്ങനെ പറയാം, സമ്മറൈസ് യുവർ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് വേണം പറയാൻ. അപ്പോൾ എങ്ങനെ പറയാം, ഇൻ കൺക്ലൂഷൻ. അപ്പോൾ എന്താണ് ഇൻ കൺക്ലൂഷൻ, അതായത് കൺക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ എന്ന് പറയാം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് വൈ ഐ അഫേം മൈ വ്യൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്രയും സമ്മറൈസ് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഫൈനലി ഐ വുഡ് ലൈക്ക് ടു ലീവ് യു വിത്ത് ദിസ് തോട്ട്. അവസാനമായി ഈ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അവസാനം ഫൈനലി എന്ന് പറഞ്ഞ് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഡിബേറ്റിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഡിബേറ്റായിട്ട് ചോദിക്കാം, ഡിബേറ്റിൻ്റെ ഫോമാറ്റ് ചോദിച്ചാലായി. അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് ഫ്യൂച്ചറിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ നിങ്ങളൊരു ഡിബേറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരും. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നിട്ട് പറയും നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിലുള്ള കഴിവ് തെളിയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഇത് മനസ്സിലാക്കിയാലേ പറ്റൂ. ഇത് പഠിച്ചിട്ട് വേണം, പഠിച്ചാലേ നമുക്ക് അത് പ്രസൻറ്റ് നല്ല
രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അവസാനമായിട്ട് വേറൊന്നുമില്ല, ലവ് ഡസ് നോട്ട് എൻറ്റൈറ്റിൽ പൊസിഷൻ എന്ന് പറഞ്ഞ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക് ഇവിടെ തന്നാണ് നിർത്തുന്നത്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള രീതി എന്ന് പറഞ്ഞാൽ ഒന്നിലെങ്ങനെ പറയും, ഇങ്ങനൊരു ടോപ്പിക് എന്നിട്ട് നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പം നിങ്ങൾ എഗ്രി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ എഴുതും, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് അല്ലെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സെൻറ്റൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു തുടക്കം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഇത് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരിക്കും, ഡിബേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫൂഫി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഡിബേറ്റിൽ നിങ്ങൾ ഒരു ടോപ്പിക് തന്നിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ചിലപ്പോൾ എഗ്രി ചെയ്തുകൊണ്ടുള്ള 2 പോയിന്റ് അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്തുകൊണ്ടുള്ള 2 പോയിന്റ് എഴുതാൻ പറഞ്ഞാൽ ഈ തുടക്കം എങ്ങനെയാണെന്ന് ഇതുപോലെ എഴുതാം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വരാൻ ചാൻസ് ഉള്ള പോസ്റ്റർ വരാൻ ചാൻസ് ഉണ്ട്, ഡയറി വരും, പിന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഇത് വരും. പിന്നെ ചിലപ്പോൾ ഈ പാഠത്തിലെ തന്നെ കഥ ഫുൾ ലൈൻ ബൈ ലൈൻ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിരിക്കാം. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തു തരും, എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.